ഇപ്പോൾ ശിരൂരിലെ ദൗത്യമേഖലയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, നിലവിൽ ഈ പ്രതിസന്ധികളെക്കുറിച്ച് നമ്മൾ ഇന്ന് രാവിലെ മുതൽ സംസാരിക്കുകയാണ്. രാവിലെ ശക്തമായ മഴ, കാറ്റുണ്ടായിരുന്നു. ഈ അടിയൊഴുക്കിൽ ഇപ്പോഴും കുറവ് വന്നിട്ടില്ല. ഇതൊക്കെ നേവിയുടെ ദൗത്യത്തിന് ഇപ്പോൾ വിലങ്ങുതടിയാകുന്നുണ്ടല്ലോ. നിലവിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് ഷഫീദ്? നിലവിൽ ഈ ശിലൂരിൽ അതിശക്തമായ മഴ അത് കടുക്കുകയാണ്. അത് കഴിഞ്ഞ ഒരു മണിക്കൂറായി ഇവിടെ മഴ ഇങ്ങനെ രക്ഷാപ്രവർത്തനങ്ങളെയും തിരച്ചിലിനെയും ഒക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ രണ്ടു കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഒരു പരിശോധനയും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല. ഡ്രോൺ പരിശോധന, അവർ ഡ്രോൺ സ്റ്റേഷനിലേക്ക് ഡ്രോൺ പിൻവലിച്ചിട്ടുണ്ട്. നേവി സംഘം നദിയിൽ നിന്നും അല്പസമയം മുൻപ് കടുത്ത പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ കയറ്റിയിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉന്മേഷ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ ഭൂപ്രകൃതിയിലേക്ക് ഒന്നുകൂടി പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ദൂരക്കാഴ്ചയിൽ കാണുന്ന അപകട മേഖലയാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് എന്താണ് ശിലൂരിലെ നിലവിലത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപകടം നടന്ന ഈ മലനിരകൾ, ആ മലനിരകൾക്ക് മുകളിൽ മൂടൽമഞ്ഞുണ്ട്. അതിനും അപ്പുറത്തേക്ക് കറുത്ത കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി നിൽക്കുന്നു. ശക്തമായ മഴ ശിലൂർ മേഖലയിൽ പെയ്യുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് സമയത്തും ഈ മഴ പെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ നിന്നത്. അതിപ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ ശിലൂരിൽ ഉച്ചയായപ്പോഴേക്കും മഴ പെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇനി അപകട മേഖലയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ അതൊരു വിസിബിലിറ്റി ഇഷ്യൂ ഉണ്ട്. അത്രയ്ക്ക് മഴയുണ്ട്. ഇവിടെ തുള്ളിക്കൊരു കുടം എന്ന രീതിയിൽ മഴ കാഴ്ചയെ മറച്ചുകൊണ്ട് ശിലൂരിൽ പെയ്യുകയാണ്. അത് നമ്മളുടെ പ്രതീക്ഷകൾക്ക് മുകളിലാണ് മഴ പെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നും നിരാശ പടർത്തുന്ന ചില വിവരങ്ങൾ അത് ശിലൂരിൽ നിന്ന് വരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തിരച്ചിൽ പൂർണ്ണ അർത്ഥത്തിൽ നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ നടക്കുന്നത് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്മണയുടെ ചായക്കടയിരുന്ന ആ പ്രദേശത്തെ മണ്ണ് നീക്കം, അത് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കിക്കൊണ്ട് നടത്തുന്നു. അതും ഈ കടുത്ത മഴ കാരണം ഇപ്പോൾ മന്ദഗതിയിലാണ്. നേവി സംഘത്തെ സംബന്ധിച്ച് 7 നോട്ടാണ് അണ്ടർ കറൻസ്, അടിയൊഴുക്ക്. അതൊരു 2 നോട്ടായി മാറിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഡൈവിങ്ങിന് സാധ്യതയുള്ളൂ എന്നുള്ള വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള ഒരു തടസ്സം അത് കാലാവസ്ഥ പ്രതികൂലമായ രീതിയിൽ ഒരുക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഒരു നിരാശയുടെ ഒരു വിവരം തന്നെയാണ് നമുക്കിവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. കാരണം ഇന്നലെയൊക്കെ ഒരു വൈകുന്നേരമായപ്പോഴായിരുന്നു മഴയെങ്കിൽ ഇന്നതാ ഉച്ച മുതൽ അതിശക്തമായ മഴ അത് ശിരൂരിൽ പെയ്യുന്നു. അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി മാറുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതാണിപ്പോൾ ശിലൂരിലെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. നിന്ന് നിപ്പിന് നോക്കി നിൽക്കുകയൊക്കെ മഴ പെയ്യുകയാണ്. കാര്യമായ കാറ്റ് അതും ഒരു തടസ്സമാകുന്നു എന്നുള്ളതും നമുക്കിവിടെ നിന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ ദൗത്യത്തിൽ ഇനി എന്ത് എന്നുള്ള കാര്യം ഈ അവലോകന യോഗത്തിന് ശേഷം മാത്രമായിരിക്കും. കേരളത്തിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസും മന്ത്രി AK ശശീന്ദ്രനും ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി ശിരൂരിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവരുമായും ഈ കർണാടക സർക്കാർ അല്ലെങ്കിൽ കാർവാർ ഭരണകൂടം, ജില്ലാ ഭരണകൂടം, ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും. ഒരു അവലോകന യോഗം നടത്തും. ഇതുവരെ നടത്തിയ തിരച്ചിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ പുരോഗതി അത് അവരെ അറിയിക്കും. അതിനുശേഷമായിരിക്കും തുടർ തീരുമാനത്തിലേക്ക് പോവുക. ഏതായാലും പ്രതീക്ഷയ്ക്ക് വകയില്ല ഇന്നത്തെ ദിവസം. കാരണം ഈ തിരച്ചിലിനടക്കം വലിയ തടസ്സമായി ഇപ്പോൾ മഴ തകർത്ത് പെയ്യുകയാണ്. അതിൽ ഡ്രോൺ പരിശോധനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡ്രോൺ പരിശോധന ഇന്ന് വീണ്ടും പുനരാരംഭിച്ചിരുന്നു. പക്ഷേ 2 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച നേരത്തെ ഡിറ്റക്ട് ചെയ്ത സ്പോട്ട് 3-ൽ ചിതറിക്കിടക്കുന്ന ലോഹ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അവിടെയും 2-ലും പരിശോധന നടത്തി. പക്ഷേ വളരെ പെട്ടെന്ന് മഴ പെയ്തു. ഡ്രോൺ സ്റ്റേഷനിലേക്ക് ഡ്രോൺ തിരികെ കയറ്റി. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ ദൗത്യമേഖലയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്. അവിടെ കനത്ത മഴയുണ്ട്, കാറ്റുണ്ട്, നദിയിലാകട്ടെ കുത്തൊഴുക്കാണ്. ഇതൊക്കെയും നിലവിൽ തിരച്ചിലിന് വിഘാതമാകുന്നു. നേവി സംഘത്തിന് ഇതുവരെ ഡൈവിംഗ് സാധ്യമായിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയെന്ന് ഷഫീദ് റാവുത്തറുമൊപ്പം ഹാഷിം താജ് ഇബ്രാഹിമും അറിയിക്കുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർ ഇക്കാര്യങ്ങളിൽ പല രീതിയിൽ കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ അർജുനായി ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്നുള്ള ചോദ്യം ശ്രീലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരായ വിമർശനങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആസിഫ് പറയുന്നത് ന്യൂസുകാർക്ക് റേറ്റിംഗ് ഉള്ള ഒരു ന്യൂസ് മാത്രമായി ഇപ്പോൾ ശിരൂർ മാറിയിരിക്കുന്നു എന്നാണ്. അങ്ങനെയല്ല, അവിടുത്തെ ദൗത്യം തത്സമയം നമ്മൾ എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിച്ചതാണ്. മാധ്യമങ്ങൾ ഇടപെട്ടതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലൊരു വലിയ തിരച്ചിൽ, സന്നാഹങ്ങളോടുകൂടിയ തിരച്ചിൽ അവിടെ സാധ്യമാകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അതുകൊണ്ട് അത്തരം വിമർശനങ്ങളിൽ കഴമ്പില്ല എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ.